ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട A to Z വാർത്തകളും ദൃശ്യങ്ങളും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായ ദ്വാരപാലക ശില്പപാളികൾ, കട്ടടപ്പാളികൾ ഇവയെല്ലാം ജയറാമിന്റെ വീട്ടിലടക്കം കൊണ്ടുപോയി സ്വകാര്യ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ. കോട്ടയത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ നടത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ. റോദ്ധം ജുവലറിയിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ. ഈ താഴികക്കുടങ്ങൾ കണ്ടെത്തിയതിനു ശേഷം വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ. പുളിമാത്തിലെ വീട്ടിൽ മറ്റ് നേതാക്കൾ പലതവണ സന്ദർശനം നടത്തിയതിന്റെ വാർത്തകൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ. അടൂർ പ്രകാശും കടകംപള്ളി സുരേന്ദ്രനും BJP നേതാക്കളും അടക്കമുള്ളവർ പല സമയങ്ങളിൽ സന്ദർശനം നടത്തിയ വാർത്തകൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ മറ്റൊരു വാർത്തയായിരുന്നു കൊടിമരം നിർമ്മാണത്തിലും ക്രമക്കേടുണ്ട് എന്ന റിപ്പോർട്ടറിന്റെ വാർത്ത. ആ വാർത്തയ്ക്ക് ഒരു തുടർചലനം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ കൊടിമരക്കൊള്ള ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ റിപ്പോർട്ടറിന്റെ അടുത്ത വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ SIT ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ശബരിമല കൊടിമരക്കൊള്ളയിലെ നിർണായക ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. വാജിവാഹനവും അഷ്ടദിക്പാലകരും നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തന്ത്രി കണ്ഠര് രാജീവര്, അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പ്, നിങ്ങൾ ഇതുവരെ ASP കുറിപ്പിനെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ASP കുറിപ്പിനെ ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വാജിവാഹനവും അഷ്ടദിക്പാലകരും വാർത്തത്. ദേവസ്വം ബോർഡ് കൊടുത്ത 17 കിലോ വെള്ളിയും 30 കിലോ ചെമ്പും ഇതിലുണ്ട്. ഉരുക്കി തുടങ്ങിയതോടെ ചുറ്റും കൂടി നിന്നവർ സ്വർണം നിക്ഷേപിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ആളുകൾ നിക്ഷേപിച്ച സ്വർണത്തിന് അളവോ കണക്കോ ഇല്ല. ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കണക്കിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളൊന്ന് കാണൂ, കണ്ടിട്ട് വരും. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ സ്വർണം ഉരുക്കുന്ന സമയത്ത് അതിലേക്ക് പൈസ ഇടുന്നതും സ്വർണ്ണ നാണയങ്ങൾ ഇടുന്നതും ഒക്കെ പ്രേക്ഷകർക്ക് കാണാം. അജയ് തറയിൽ അടക്കമുള്ളവർ അവിടെയുണ്ട്. ഇതിന്റെ കണക്കുകൾ എവിടെ? ഈ ഒറ്റ ചോദ്യമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ കണക്കുകൾ എവിടെ എത്ര സ്വർണം വീതം കൊടുത്തു? അങ്ങനെ ഒരു മഹസർ സൂക്ഷിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നീട് കിട്ടിയ സ്വർണത്തിന്റെ കണക്കിൽ ഇത് ഉൾപ്പെടാതെ പോകുമ്പോൾ അതിൽ സ്വാഭാവിക സംശയമുണ്ടാവും. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ് ഇതിൽ വിജിലൻസിനെ കുരുക്കുന്നതും സംശയം ജനിച്ചതും ഈ സ്വർണം ഉരുക്കുന്ന സമയത്ത് പണമോ ഒന്നും സ്വീകരിച്ചിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും എന്ന് നേരത്തെ അജയ് തറയിൽ പറയുന്നുണ്ട്. നമുക്ക് അജയ് തറയിൽ പറഞ്ഞ വാചകം താങ്കൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾപ്പിക്കാം. പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പലരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു. സ്വർണം ഉരുക്കുന്ന സമയത്ത് ഈ പലരും സ്വർണം കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ കണക്കുകൾ ഒന്നും തന്നെ കാണുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അജയ് തറയിൽ പറഞ്ഞത് അപ്പടി അവാസ്തവമാണോ? അത് ഫിനിക്സ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് മാത്രമേ സ്വർണം സ്വീകരിച്ചിട്ടുള്ളൂ എന്നത് പൊളിക്കുന്ന ദൃശ്യങ്ങളല്ലേ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്? TV പ്രസാദ്. ഉറപ്പായും അരുൺ, 2017 ആ കൊടിമരം പൊളിക്കുന്നതും മാറ്റി സ്ഥാപിക്കുകയും എല്ലാം ചെയ്യുന്നത്. കൊടിമരത്തിന്റെ നിർമ്മാണം തന്നെ അത് വലിയ ദുരൂഹത ഉയർത്തുന്നതാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന കൊടിമരം എന്തിന് പൊളിച്ചു നീക്കി എന്ന ചോദ്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഈ കൊടിമരത്തിന്റെ മറവിൽ നടന്ന വലിയ സ്വർണ്ണ പിരിവ്, അതിന്റെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം അജയ് തറയിൽ ആദ്യം പറഞ്ഞത് കൊടിമരത്തിന് വേണ്ടി ഒരു തരി പൊന്ന് സംഭാവനയായി വാങ്ങിയിട്ടില്ല. ഫിനിക്സ് ഗ്രൂപ്പിന്റെ ഭാഗമായി സ്പോൺസർഷിപ്പായി വാങ്ങിയ 3.2 കോടി രൂപ കൊണ്ടാണ് എല്ലാം ചെയ്തത് എന്നുള്ളതാണ്. പക്ഷെ കൊടിമരത്തിന്റെ ഭാഗമായുള്ള വാജിവാഹനം, അഷ്ടദിക്പാലകർ, കൊടിമരത്തിന്റെ പറ, അതിനെല്ലാമായി സുരേഷ് ഗോപി അടക്കമുള്ള ഷാജി കൈലാസും അതുപോലെ തന്നെ മറ്റ് സിനിമാ താരങ്ങളും അടക്കമുള്ളവരിൽ നിന്ന് സ്വർണം സംഭാവനയായി വാങ്ങിയിരുന്നു എന്നതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നതാണ്. അതിൽ ASP കുറിപ്പ് 2018 ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്ത സമയത്ത് ഇതിന്റെ ഒരളവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്
സുരേഷ് ഗോപിയുടെ പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് ആകെ 421 ഗ്രാം സ്വർണത്തിന്റെ കണക്ക് മാത്രമാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് വാങ്ങിയതായി ആകെ രേഖപ്പെടുത്തിയത്. അത് ആരിൽ നിന്ന്, എങ്ങനെ, എത്ര, അങ്ങനെ ഒരു കണക്കുമില്ല. ചുരുക്കത്തിൽ കയ്യും കണക്കുമില്ലാത്ത നിർമ്മാണമാണ് നടന്നത് എന്നതിന്റെ തെളിവുകളാണ്, അന്നത്തെ ദൃശ്യങ്ങളാണ് അരുൺ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ ഇന്ന് എത്തിക്കുന്നത്. 2017 കൊടിമര നിർമ്മാണ സമയത്ത് അതിന്റെ വാജിവാഹനം അനന്തനാചാരിയുടെ ആലയിൽ ഉരുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേവസ്വം ബോർഡ് കൊടുത്ത 19 കിലോ വെള്ളി, 30 കിലോയിലേറെ വരുന്ന ചെമ്പ്, അത് കൂടാതെ ധാരാളം സ്വർണം ഭക്തജനങ്ങൾ അതിലേക്കിടുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കൊടിമര നിർമ്മാണം, അതിന്റെ കണക്ക് സുതാര്യമായിരിക്കണം, കൃത്യമായിരിക്കണം, രേഖകളുള്ളതായിരിക്കണം. അങ്ങനെ ഇരിക്കെയാണ് ഓരോ ആളുകളും വരുന്നു, അതിൽ നിക്ഷേപിക്കുന്നു, പോകുന്നു. ഈ കാര്യങ്ങൾ എവിടെയും എസ് പി കുറുപ്പ് തന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതിന്റെ ദൃശ്യങ്ങളാണ്, സംസാരിക്കുന്ന തെളിവുകളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അരുൺ. ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്. ടി വി പ്രസാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. ഇവർ കൊടുത്തിരിക്കുന്ന സ്വർണത്തിന്റെ കണക്കില്ലെങ്കിൽ എത്ര കിലോ സ്വർണം കിട്ടി എന്ന് എങ്ങനെ നമ്മൾ കണക്ക് കൂട്ടും എന്നുള്ളതാണ് പ്രശ്നം. കാര്യം ഈ സ്വർണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആരൊക്കെയാണ് സ്വർണം കൊടുക്കുന്നത് എന്നുള്ള വിവരം ദേവസ്വം ബോർഡിന് അറിയാമായിരിക്കുമല്ലോ. വരുന്ന ആളുകൾ സ്വർണം എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും കൊണ്ടിടാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിനൊരു പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഒരു കണക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ? മഹസറിൽ നമ്മൾ നോക്കിയാൽ ആകെ 27 പേര്. ആ 27 പേരിൽ ആകെയുള്ള പേരുകൾ ഒന്ന് സുരേഷ് ഗോപി, ഷാജി കൈലാസും മാത്രമാണ്. പക്ഷേ രഞ്ജി പണിക്കരുണ്ടതായി ഇതിൽ മനോജ് കെ ജയനോ മറ്റേതൊക്കെയോ കൈലാഷ് അടക്കമുള്ള നടന്മാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതറിയാതെ, പേരറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഇവർ കൊടുത്ത സ്വർണം എത്രയാണ് എന്നൊരു കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമല്ലേ? ഉറപ്പായും അരുൺ, അത് തന്നെയാണ് അതിൽ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും അതുപോലെ കട്ടിളപ്പടിയിലെയും സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയത് നമ്മൾ കണ്ടു. പക്ഷേ ആ സ്വർണത്തിന് പേരിലെങ്കിലും ഒരു കണക്കുണ്ട്, ഒരു കൃത്യതയുണ്ട്. പക്ഷെ അത് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കിയില്ല എന്നൊരു വസ്തുത പറയാം. അത് മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തിലായതുകൊണ്ടാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് എന്ത് സ്വർണം വന്നാലും, എന്ത് പണം വന്നാലും അതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ അത് കൊള്ളയടിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് അരുൺ. അന്ന് നമ്മൾ ഒരുപക്ഷെ നമുക്കൊരു സംശയം ഉന്നയിക്കാം. അന്ന് അനന്തനാചാരിയുടെ ആലയിൽ ഈ സ്വർണവും വെള്ളിയും ചെമ്പും എല്ലാം ഉരുക്കുന്ന സമയത്ത്, വാജിവാഹനം ഉണ്ടാക്കുമ്പോൾ, അഷ്ടദിക്പാലകർ ഉണ്ടാക്കുമ്പോൾ, കൊടിമരത്തിന്റെ പറകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിക്ഷേപിക്കുന്ന സ്വർണം ഉരുകി അദ്ദേഹത്തിന്റെ ആലയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യം എങ്ങനെയാണ് ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുക? അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ എങ്ങനെയാണ് പറയുക? അതായത് അരുൺ, അങ്ങനെ ആരും അറിയാതെ വന്ന് ആ സ്വർണം അതിൽ നിക്ഷേപിക്കില്ല. ആ സ്വർണം നിക്ഷേപിക്കുന്നവർ നേരത്തെ തന്നെ ഈ സംഭാവന ചെയ്യാനുള്ള ആഗ്രഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം, അതിന്റെ അളവ് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിരിക്കെയാണ് ഈ ശബരിമലയിലെ കൊടിമരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൊന്നും ഈ കണക്കിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ഒരു കാര്യം. അജയ് തറയിൽ പറയുന്നു, ഒരു പൊന്നും പുറത്തുനിന്ന് വാങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ASP കുറുപ്പിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിൽ ഞെട്ടിക്കുന്ന മറ്റു സംഭവം കൂടിയുണ്ട്. അതിലേക്ക് ഇപ്പം പോവുകയല്ല അരുൺ. ചുരുക്കത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊടിവരവുമായി ബന്ധപ്പെട്ട് ഫിനീസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ 3.2 കോടി രൂപ മാത്രമാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നത് കളവാണ് എന്ന് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അരുൺ. അപ്പോൾ ഈ ആളുകൾ ഇട്ട സ്വർണം എത്ര, അതിനൊരു കണക്കും സൂക്ഷിക്കാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് നമ്പർ 1.